നമസ്കാരം. എം ടി സാറിനെ ഞാൻ വിശേഷിപ്പിക്കുന്നത് എഴുത്തുകാരൻ്റെ ഇൻറ്റഗ്രിറ്റി ഒരു കാലത്തും ചോർന്നു പോകാത്ത, വിട്ടുകൊടുക്കാത്ത, ഒരു കാലത്തും വിട്ടുകൊടുക്കാത്ത ധീരനായ ഒരു ഒരു ചലച്ചിത്രകാരന് മാത്രമല്ല, എല്ലാ മേഖലകളിലും, ലിറ്ററേച്ചറിൻ്റെ എല്ലാ മേഖലകളിലും ഒരുപോലെയുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളുടെ പുസ്തകം DC പബ്ലിഷ് ചെയ്തിരിക്കുന്ന പല വോള്യങ്ങളിലായിട്ട്, പല ജോണറുകളിലായിട്ടുള്ള പുസ്തകം, അതിലൂടെ തിരക്കഥകൾ വായിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെയാണ് നമ്മുടെ കൊണ്ട് സിനിമാ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ജയരാജ് സാർ പറഞ്ഞതൊരു കാര്യം, എന്നിലേക്ക് ഷെർലൊക്കെ വന്നതാണ്. എനിക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനില്ല. പക്ഷേ അശ്വതി ആദ്യം പറഞ്ഞു, ഇതാണ് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന സിനിമ. അപ്പോൾ ഞാനത് വായിക്കുമ്പോഴും ആ തിരക്കഥ നോക്കുമ്പോഴും എനിക്കെപ്പോഴോ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കാലങ്ങളിൽ വായിച്ചിരുന്ന MT സാറിൻ്റെ തിരക്കഥകളുടെ പബ്ലിഷ് ചെയ്ത വെർഷനിലെ പല ഏടുകളും എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റി. കാരണം കൃത്യമായിട്ട് ഓരോ വരിയും ഒരു ഷോട്ടാണ്. അത് ഒരു പരിധിവരെ ജയരാജ് സാറിന് കൃത്യമായിട്ട് അറിയാമായിരിക്കും. ഒരു വരി ഒരു ഷോർട്ടായിട്ട് തന്നെ കുറിക്കുന്നൊരു ശീലം സാറിനുണ്ട്. അത് കൃത്യമായിട്ട് എനിക്ക് കാണാൻ പറ്റി. അത് എത്രത്തോളം എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനൊരു വേദിയിൽ എസ്പെഷ്യലി സന്തോഷമായിട്ട് കൂടെ നിൽക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം എന്നെ ഒരു സിനിമോഗ്രാഫിയിലേക്ക് ബുദ്ധിമുട്ടത്, എന്നെ ബുദ്ധിമുട്ടത് ഒരു പരിധി വരെ സന്തോഷമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പടം ഷൂട്ട് ചെയ്യാൻ അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം. താങ്ക് യു സി, ആൻഡ് താങ്ക് യു സരിഗമ ഫോർ ഓൾ യുവർ ഹെൽപ്പ്, ആൻഡ് അശ്വതി സുധീരൻ.